അസ്സലാമലൈക്കും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും എല്ലാം കിട്ടാൻ വേണ്ടിയാണ്, അല്ലേ? അതിനാണ് നമ്മൾ 5 നേരം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഒരുപാട് മനുഷ്യന്മാർ ഈ ദുനിയാവിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ മനുഷ്യന്മാരെ അള്ളാഹു വെറുക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു ഒരാളെ വെറുത്താൽ അവനിൽ ഈ ലക്ഷണങ്ങൾ കാണാം. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നു ഇല്ലെങ്കിൽ അയാൾക്ക് 3 ലക്ഷണങ്ങൾ ഉണ്ടാകും. ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം, നല്ലത് കേൾക്കാനുള്ള മടി. മതപ്രഭാഷണ ക്ലാസ് കേൾക്കാനുള്ള മടി. ഇത് പ്രായമായിട്ടുള്ളവർക്കല്ലേ എന്ന് ചിന്തിക്കുക. ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ മടി, പള്ളിയിൽ പോകാൻ മടി, ഖുർആൻ കേൾക്കാൻ മടി. ഇതെല്ലാം ചെയ്യാത്തതെന്താ? അള്ളാഹു അവനെ വെറുത്തു എന്നതിൻ്റെ അടയാളമാണ്. രണ്ടാമത്തെ ലക്ഷണം എന്ന് വെച്ചാൽ ഇബാദത്ത് ചെയ്യാനുള്ള മടി. നോമ്പ് പിടിക്കത്തില്ല, നിസ്കരിക്കത്തില്ല, ഒരു നന്മയും ചെയ്യത്തില്ല. ഇതും അയാളെ അള്ളാഹു വെറുക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. മൂന്നാമത്തെ ലക്ഷണം എന്തെന്ന് വെച്ചാൽ തെറ്റുകളിൽ അടിയുറച്ച് നിൽക്കുക. ഞാൻ പറയുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും അതിൽ ഉറച്ചു നിൽക്കുക. തൗബ ചെയ്യുന്നില്ല, ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല. അതും ഈ അടയാളമാണ്. അള്ളാഹു അവനെ വെറുക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു നമ്മളെ എല്ലാ തെറ്റുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ വെറുക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.